എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മോഹന സുരേഷ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമ്മിൻ്റെ എൻവയോൺമെൻറ്റൽ സയൻസിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നാച്ചുറൽ റിസോഴ്സസ് അഥവാ പ്രകൃതി വിഭവങ്ങൾ. പ്രകൃതി വിഭവങ്ങൾ എന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. വായു, സൂര്യപ്രകാശം, വെള്ളം, മണ്ണ്, കല്ല്, സസ്യങ്ങൾ, മൃഗങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പ്രകൃതി വിഭവങ്ങൾ രണ്ട് തരത്തിലുണ്ട്: റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും. തുടർച്ചയായ ഉപയോഗത്തിനു ശേഷവും തീർന്നു പോകാത്ത വിഭവങ്ങളെ പുനരുപയോഗിക്കാവുന്ന വിഭവങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് സൂര്യൻ, കാറ്റ്, വേലിയേറ്റ ഊർജം. അങ്ങനെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഉപയോഗിച്ച് തീർന്നു പോയാൽ ഉടനടി മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെ പുനരുപയോഗിക്കാനാവാത്ത വിഭവങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. പ്രകൃതി വിഭവങ്ങളുടെ പ്രാധാന്യം. ഭൂമിയിലെ മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും വികസനത്തിനും പ്രകൃതി വിഭവങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അവ നമുക്ക് ശ്വസിക്കാനുള്ള വായു, കൃഷിക്ക് ഭൂമി, സൗരോർജം, ഇന്ധനം, ധാതുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഭക്ഷണം, പാർപ്പിടം, വ്യവസായവൽക്കരണത്തിനും നഗരവൽക്കരണത്തിനും ആവശ്യമായ വിഭവങ്ങൾ എന്നിവ നൽകുന്നു. നദികളിൽ നിർമ്മിച്ച അണക്കെട്ടുകൾ വെള്ളപ്പൊക്കത്തെ തടയുന്നു. ശരിയായ ജലസേചനം പ്രദാനം ചെയ്യുന്നു. മത്സ്യബന്ധന വ്യവസായത്തിൻ്റെ വികസനം, വൈദ്യുതി ഉൽപ്പാദനം എന്നിവയൊക്കെ പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ ഇന്ന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അമിത ചൂഷണം. പ്രകൃതി വിഭവങ്ങളുടെ അമിത വിളവെടുപ്പ് ശോഷണത്തിനും നാശത്തിനും ഇടയാക്കുന്നുണ്ട്. ജനസംഖ്യാ വളർച്ച. വർദ്ധിച്ചു വരുന്ന ആഗോള ജനസംഖ്യയും ജീവിത നിലവാരവും പ്രകൃതി വിഭവങ്ങളുടെ ഉയർന്ന ഉപയോഗത്തിന് കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റം. മനുഷ്യൻ മൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം. പ്രാഥമികമായി ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതും വനനശീകരണവും പ്രകൃതി വിഭവങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത് താപനില ഉയരുന്നതിനും മഴയുടെ മാറ്റത്തിനും സമുദ്രനിരപ്പിലെ വർധനവിനും തീവ്ര കാലാവസ്ഥാ മാറ്റങ്ങളുടെ ആവൃത്തിക്കും കാരണമാകുന്നു. മലിനീകരണം. വ്യാവസായിക, കാർഷിക, നഗര പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മലിനീകരണം വായു, ജലം, മണ്ണ് എന്നിവയെ മലിനമാക്കുന്നു. പരിസ്ഥിതി വ്യവസ്ഥകൾക്കും വന്യജീവികൾക്കും ആരോഗ്യത്തിനും മലിനീകരണം ഭീഷണി ഉയർത്തുന്നുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നാശം. നഗരവൽക്കരണം, അടിസ്ഥാന സൗകര്യ വികസനം, ഭൂവിനിയോഗ മാറ്റങ്ങൾ എന്നിവ ആവാസ വ്യവസ്ഥയുടെ നാശത്തിലേക്ക് നയിക്കുന്നു. ഇത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ട്. അധിനിവേശ സ്പീഷീസ്. പുതിയ പരിസ്ഥിതികളിലേക്ക് നോൺ നേറ്റീവ് സ്പീഷീസുകളെ പരിചയപ്പെടുത്തുന്നത് സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ജൈവ വൈവിധ്യ നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ജലക്ഷാമം. അമിതമായ ജലചൂഷണവും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങളും ജലക്ഷാമത്തിന് ഇടയാക്കുന്നുണ്ട്. ഇത് ആവാസ വ്യവസ്ഥയെയും കൃഷിയെയും ജീവജാലങ്ങളെയും ബാധിക്കുന്നുണ്ട്. മണ്ണിൻ്റെ ശോഷണം. സുസ്ഥിരമല്ലാത്ത കാർഷിക രീതികൾ, വനനശീകരണം, നഗരവൽക്കരണം എന്നിവ മണ്ണൊലിപ്പിനും ഫലഭൂയിഷ്ഠതാ നഷ്ടത്തിനും നാശത്തിനും കാരണമാകുന്നുണ്ട്. ഇത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനുള്ള ശേഷി കുറയ്ക്കുന്നു. ഭൂമി തകർച്ച. കൃഷി, വനനശീകരണം, ഖനനം എന്നിവ ഉൾപ്പെടെയുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ ഭൂമിയുടെ ഗുണനിലവാരത്തെയും ആവാസ വ്യവസ്ഥയെയും തകർത്ത് ജൈവ വൈവിധ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം. ആവാസ വ്യവസ്ഥയുടെ നാശം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ സംയോജനം ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടത്തിന് കാരണമാകുന്നുണ്ട്. വനനശീകരണം. കൃഷി, മരം മുറിക്കൽ, നഗരവികസനം എന്നിവയ്ക്കായി വനങ്ങൾ വെട്ടിത്തെളിക്കുന്നത് ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിനും ജൈവ വൈവിധ്യ തകർച്ചയ്ക്കും കാരണമാകുന്നു. വനനശീകരണം കാടുകളുടെ കാർബൺ സിങ്കുകളായി പ്രവർത്തിക്കാനുള്ള കഴിവ് കുറച്ച് ആഗോള കാലാവസ്ഥാ രീതികളെ പ്രതികൂലമായി ബാധിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നാൽ പ്രകൃതി നൽകുന്ന വിഭവങ്ങളുടെ സൂക്ഷ്മതയോടെയുള്ള പരിപാലനമാണ്. ഇത് സംരക്ഷിക്കാൻ നമുക്ക് നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കാം. ശുദ്ധജലവും മഴവെള്ളവും സംരക്ഷിക്കാം. കുളങ്ങളും തടാകങ്ങളും വൃത്തിയായി സൂക്ഷിക്കാം. അണക്കെട്ടുകളും ജലസംഭരണികളും നിർമ്മിക്കാം. വനനശീകരണം തടയാം. പ്രകൃതി വിഭവങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനായി അവബോധം വളർത്തണം. ഊർജത്തിൻ്റെ ബദൽ രൂപങ്ങൾ പരിശീലിക്കണം. വൃക്ഷത്തൈ നടീൽ ശീലമാക്കണം.
മലിനീകരണം നിയന്ത്രിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച നിയമങ്ങൾ നടപ്പിലാക്കുക എന്നിവയും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പ്രകൃതി വിഭവ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനം റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന 3R പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുക എന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.